ഹായ് ഹോൾ, ദിസ് ഈസ് സാറ്റർഡേ ഈവനിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 49 പേർക്കും എൻ്റെ സ്പെഷ്യൽ ഹായ്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഈവനിങ് വ്ലോഗാട്ടോ. ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോഴേക്കും കുട്ടികൾക്ക് കഴിക്കാനായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയാലൊന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 എഗ്ഗാണ് കേട്ടോ. അത് 4 ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് അല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കറുവാപ്പട്ട പൊടിച്ചതും ഏലക്ക പൊടിയും പാലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര പൂർണ്ണമായും അതിൽ അലിഞ്ഞു ചേരണ വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണമേ. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ബട്ടറോ നെയ്യോ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടറാട്ടോ. അത് നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവും. അതിന് ശേഷം നമുക്ക് ബ്രെഡ് അതിൽ മുക്കിയിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വെക്കാനേ. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാനൊരു 10-12 കഷ്ണം ബ്രെഡ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനിവിടെ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് നല്ലതാണ്, ഹെൽത്തിയാണ്. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എടുത്തേക്കണത് വൈറ്റ് ബ്രെഡാണ്. ഞാൻ കൂടുതലും ടോസ്റ്റ് ഉണ്ടാക്കി കണ്ടേക്കണത് വൈറ്റ് ബ്രെഡിലാണ്. അതുകൊണ്ട് എനിക്കിഷ്ടം, പിള്ളേർക്കും ഇഷ്ടം വൈറ്റ് ബ്രെഡാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് ചൂസ് ചെയ്യാം. ഈ ഒരു ബ്രെഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ കുറച്ച് നേരം പാലിൽ മുക്കിയപ്പോഴേക്കും അത് പൊട്ടിപ്പോയി. അത് ഫ്ലോപ്പായിപ്പോയി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ടോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവർക്ക് ചായ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചായയും ടോസ്റ്റും കൂടെ 2 ആൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ രണ്ടാളുടെയും വിശപ്പ് തൽക്കാലം മാറിയിട്ടുണ്ട്. അവർ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.